സർ ഫ്രീ ആണോ? ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഫ്രീ ആണ് ദീപിക, വരൂ. സർ, അമലയായിട്ട് തോട്ട്ലെസ് സ്റ്റേറ്റിനെ പറ്റി ഒരു കോൺവെർസേഷൻ പോകുമായിരുന്നു. അപ്പോൾ എനിക്കുള്ളിലൊരു ഡൗട്ട്, ചിന്തയില്ലാണ്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ ചിന്തയില്ലാണ്ട് എങ്ങനെയാണ് സർ? അല്ല, ചിന്തയില്ലാണ്ടിരിക്കണം എന്നല്ലല്ലോ പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? ഫുൾ ടൈം ചിന്ത. അതായത് വഴിയെ പോകുന്ന എല്ലാ കാര്യത്തിനും മനസ്സിന് ഒരു ഇടപെടലുണ്ട്, ശരിയല്ലേ? യോഗയിൽ 2 കൺസെപ്റ്റ് ഉണ്ട്, സൂക്ഷ്മം, സ്ഥൂലം. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ മെന്റൽ എനർജി, ഫിസിക്കൽ എനർജി. യോഗ പറയുന്നത് മെന്റൽ എനർജിയാണ് ഇമ്പോർട്ടൻറ്റും വൈറ്റലും എന്നാണ്. അതെങ്ങനെയാ സർ? നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത് ഫിസിക്കലി അല്ലേ? അപ്പോൾ ഫിസിക്കൽ എനർജി അല്ലേ ഇമ്പോർട്ടൻറ്റ്? ഞാനത് 2 ഉദാഹരണത്തിൽ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ജീവൻ എടുക്കാത്ത ഒരു ആഴത്തിലൊരു മുറിവ് ശരീരത്തിലുണ്ടായെന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ആ മുറിവ് ഉണങ്ങുന്ന വരെയുള്ള എല്ലാ ബുദ്ധിമുട്ടും വേദനയും സഹിക്കണം. ഓക്കെ, മനസ്സിലാണ് ഇതുപോലെ ആഴത്തിലൊരു മുറിവ് സംഭവിക്കുന്നതെങ്കിലോ നല്ല സമയമെടുക്കും. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ആ മുറിവ് മനസ്സിൽ കിടക്കാം, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ ഉദാഹരണം കൂടെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഈ ശരീരത്തിന് ആഴത്തിൽ മുറിവ് സംഭവിച്ച ആളുടെ തന്നെ മെന്റൽ എനർജി, മനസ്സ് വീക്കാണെന്ന് വയ്ക്കുക. അദ്ദേഹം ആ മുറിവ് ഉണങ്ങുന്നവരെ ബാക്കിയുള്ളവരും കുറെ ബുദ്ധിമുട്ടിച്ച് സ്വന്തമായിട്ടും കുറെ കഷ്ടപ്പെട്ട് ആ മുറിവ് ഉണക്കുള്ളൂ. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ മെന്റൽ എനർജി സ്ട്രോങ് ആണെങ്കിലോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ മുറിവ് ഉണക്കാൻ കഴിയുകയും ചെയ്യും. അപ്പം വ്യക്തമാണ് മെന്റൽ എനർജി, അതായത് സൂക്ഷ്മമാണ് സ്ഥൂലത്തിനെക്കാട്ടിലും വൈറ്റൽ. മനസ്സിലായി സാർ. പക്ഷെ തോട്ട്ലെസ് സ്റ്റേറ്റുമായിട്ട് എന്താ കണക്ഷൻ? അതായത് നമ്മുടെ ഈ മെന്റൽ എനർജി കൺസർവ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ആക്ച്വലി പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സട്ടിൽ എനർജി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സട്ടിൽ എനർജി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള മറ്റ് ആക്ടിവിറ്റീസിനും വേണ്ടിയുള്ള എനർജി സോഴ്സും. നമ്മുടെ ഹീലിംഗ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്, ഇതെല്ലാം എനർജീസാണ്. അപ്പം നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പറഞ്ഞ സട്ടിൽ എനർജീസ് വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, നമുക്ക് റൈറ്റ് തോട്ട്സ് അല്ല വരുന്നതെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ കുറേ കൂടെ നമ്മളെ ഹാം ചെയ്യും. നമുക്കറിയാം, നെഗറ്റീവ് തോട്ട്സ് വന്നാൽ നമ്മുടെ ബോഡീനെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പം ഈ 2 കാരണം കൊണ്ടും തോട്ട്ലെസ്നെസ്, മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം ചിന്തിക്കാതിരിക്കേണ്ട എന്നല്ല പറയുന്നത്, ആവശ്യമുള്ളപ്പോൾ ചിന്തിക്കണം. സേ ഫോർ എക്സാമ്പിൾ, ദിവ്യയ്ക്ക് ഇവിടുന്ന് വൈകിട്ട് വീട്ടിൽ പോകണം. അപ്പം നമുക്ക് ചിന്തിക്കാം, ബസ്സിൽ പോകണോ ഓട്ടോയിൽ പോകണോ ചിന്തിക്കാം. എന്നും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓട്ടോയിലാണ് കയറിയതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ആവശ്യമുള്ളപ്പോൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ചുറ്റുവട്ടത്തുള്ള പല കാര്യങ്ങളെയും ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നത്. അവെയർ ആയിരിക്കുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് തോട്ട്ലെസ്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായി സാർ. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, ബി ഇൻ ദ പ്രസന്റ്. അതെ.